പോവാം. ഞങ്ങളെ കൊണ്ട് പറ്റൂല ഗൈസ് യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലാണ് അല്ലേ പരിപാടി? ആലപ്പുഴ എത്തണ്ടായിരുന്നു ആലപ്പുഴ തന്നെ. അപ്പൊ അതിന് മുന്നേ നമുക്ക് പർച്ചേസിങ് ഉണ്ട് കേട്ടാ. അതിന് വേണ്ടി നമ്മൾ ആലപ്പുഴ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് പരിപാടിക്ക് പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ആലപ്പുഴ ടൗണിൽ ചെന്നിട്ട് അവിടെ നിന്ന് പർച്ചേസിങ്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ അതിൽ ആഡ് ചെയ്യാം. ഇക്കുണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതിന്റെ വീഡിയോ കിടപ്പുണ്ട്. ഞാൻ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അത് എഡിറ്റ് ചെയ്തിട്ടിട്ടോന്ന് എനിക്കറിയാൻ പാടില്ല. അതിനകത്ത് സംസാരമൊന്നും ഇല്ല. വെറുതെ ഇങ്ങനെ പോണത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ അല്ലേ നമ്മുടെ? ഡയറക്റ്റ് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ബാക്കി എല്ലാത്തിലും എന്താണ് ഞാൻ വോയിസ് കൊടുക്കലാണ് പതിവ്. വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു ചടപ്പ്. ഫസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, മര്യാദക്കൊന്നും ആയിട്ടില്ല. തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായി. കണ്ടിന്യൂസ് ഒന്നും വീഡിയോസ് ഇടാനൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. മിക്കതും ഇട്ടേക്കുന്നത് ഷോർട്ട് വീഡിയോസ് ആണ്. അപ്പൊ ലോങ് ഇങ്ങനെ ഇടാനായിട്ട് നമ്മളായിട്ടില്ല എന്നുള്ളൊരു സംസാരിക്കാനുള്ളൊരു ഇത്. ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ക്യാമറ ഓണാക്കി വെക്കാനൊക്കെ ഒരു മടി. ഇക്കൂനാണ് മെയിൻ മടി. വീട്ടിൽ നിന്നൊക്കെ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് എടുത്തരില്ല. എനിക്കിങ്ങനെ സംസാരിക്കാനുള്ള മടിയാണ്. ഇതിപ്പോ ഞാനും ഇക്കും കൊച്ചും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വളവള. വേറെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു മടിയാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. വേറെ ആരെങ്കിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു അതിന് മാറ്റിയെടുക്കണം അല്ലേ? മാറ്റിയെടുത്തിട്ട് എപ്പോഴും വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ വിചാരിച്ചിട്ടാണ്ട് ഈ വീഡിയോ തുടങ്ങിയേക്കണം. എന്തെങ്കിലും പറ. ഒരു KSRTC പുറകെ കിടന്ന് കളിക്കുന്നത്. അതാണ് ഞാൻ പിന്നെ മോനെ ഒന്നും അറിയില്ല. ഇവിടെ അങ്ങനെ രണ്ടുപേരും നിന്നിട്ട് ഭയങ്കര കളി ഫോൺ വെക്കാനായിട്ട്. നമ്മളെവിടെ പോണേന്ന് പറഞ്ഞു. നമ്മളൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞൂടെ കേസ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ട്. വെറുതെ എടുക്കണേണ് ഒരു കാര്യം. ഇത് ഇടോന്ന് തന്നെ അറിയാൻ പാടില്ല. ഇതുവരെ എല്ലാ വീഡിയോക്കും ഞാൻ സൗണ്ട് കൊടുക്കലാണ്. ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല ഇതുവരെ. അതിന്റെ എല്ലാ പോരായ്മകളും ഉണ്ട്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. റോഡ് ഈ റോഡ് പണി കാരണം വെറുതെ കല്ലുണ്ടോ അതിനിട്ട് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടോ നിറച്ച് കട്ടറും. ഇപ്പൊ സമയം എന്തായി? ഞങ്ങൾ 3:30 ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എപ്പോഴാണ് നമുക്ക് പരിപാടി തുടങ്ങണം? 6 മണിക്ക്. വൈകുന്നേരം 6 മണിക്ക്. ഇപ്പൂൻ്റെ ഫ്രണ്ടിന്റെ മോന്റെ ബർത്ത്ഡേ പരിപാടിയാണ്. ഫസ്റ്റ് ബർത്ത്ഡേ. അതിന് പോകുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും ഇതിന്റെ ബാക്കി കാണിക്കട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഉണ്ട്. ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള ഇത് അപ്ലോഡ് ചെയ്യുമെന്ന് തന്നെ അറിയാം. എന്നാലും അപ്ലോഡ് ചെയ്യും. അപ്പൊ എന്താണ്, നേരെ ഞങ്ങൾ അങ്ങോട്ട് സുഡിയോയിലേക്കാണ് ഫസ്റ്റ് ഒന്ന് കയറണം. അവിടെ ചെറിയൊരു പർച്ചേസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എവിടെയൊക്കെ ഒന്ന് കയറി നോക്കണം. എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ മേടിക്കണമല്ലോ, എന്നിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം. പിന്നെ നൈറ്റാണ് പരിപാടി. 6 മണിക്കാണ് പരിപാടി. അപ്പൊ കയ്യൊന്നും അറിഞ്ഞൂടാ. നോക്കട്ടെ. ഈ ഓവർ ബ്രിഡ്ജിന്റെ മുകളിലാണ് ഈ ഇടക്ക് ന്യൂസിലൊക്കെ വന്നത്. ഇവന്റെ പണീന്റെ ഇടക്ക് കുഴി വീണ വട്ടം പൊളന്നല്ല, നടുക്കല്ല വട്ടായിട്ട് കുഴിഞ്ഞേക്കണല്ലേ. ഒരു കിണറ് പോലെയൊക്കെ താഴ്ത്തോട്ടായി. വിശ്വസിച്ച് പോവാ. ഈ ഡ്രസ് എടുക്കാനുണ്ടായി സ്റ്റുഡിയോ പോയത്. ഇതിന്റെ ഫുള്ള് ഞാൻ കാട്ടിത്തരാം. അവിടെ ചെന്ന് ഇറങ്ങുമ്പോ എനിക്ക് വീഡിയോ എടുത്തരായിരിക്കും അല്ലേ? നമ്മളവിടെ പോയി ഇറങ്ങുമല്ല, എവിടെയെങ്കിലും ഇറങ്ങുമ്പോ എന്റെ ഒരു ഫുള്ള് വീഡിയോ എടുക്കുമായിരിക്കും. അപ്പൊ എന്നെ കാണിക്കണം കേട്ടോ. അപ്പൊ ഈ ഡ്രസ്സ് കാട്ടിത്തരാം.
സ്റ്റുഡിയോ ഞാനും കിട്ടും സ്റ്റുഡിയോ കിടപ്പുണ്ടോ അത് വേറെ ഹായ് പറഞ്ഞേ ഹായ്. ഞാൻ ഉറങ്ങണേയിരുന്നു ഗൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. ഞാനിപ്പോൾ എണീച്ചിട്ടുള്ളൂ. എണീച്ചതിൻ്റെ ഒരു ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. ഹലോ ഗൈസ് പറഞ്ഞേ ഹായ്. ഹലോ. നമ്മൾ ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടെ പോണേ കേട്ടാ. ചിരിച്ചണ്ട ചിരിച്ചണ്ട ഇതേപോലെ കാണിച്ചു ചിരിച്ചടിച്ചെടുക്കോ കാണിച്ചെടുക്കോന്ന്. പക്ഷെ നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ഇർഷായിക്കാടൊക്കെ വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുന്നേച്ചത്. വേറൊരിടത്തും കൂടെ പോകാനുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ ലേറ്റായി. പിന്നെ അതെന്നെ ഇറങ്ങിയപ്പോൾ ലേറ്റായി അല്ലേ. ഞാനും ഒരുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടാ. ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പൊ അതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു നേരായി. ഇപ്പൊ എന്നോട് 2 മണി പറഞ്ഞു. 2 മണിയായപ്പോ ചോറ് കഴിച്ചിട്ടുണ്ടായില്ല. ചോറും കഴിച്ച് റെഡിയായി. അപ്പം അത് ഞാൻ പറഞ്ഞു 3 മണിക്ക് പോകാന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായ. എല്ലാം കഴിഞ്ഞ് റെഡിയായി വന്നപ്പോഴത്തേക്കും 3:30. നേരത്തെ പോണിരുന്നെങ്കിൽ അവിടെയും കൂടെ കേറാന്നാണ്ടാ പറഞ്ഞിട്ടുണ്ടായത്. എന്തായാലും ആലപ്പുഴക്ക് പോണേല് പേരുണ്ടെങ്കിൽ അങ്ങനെ കാറിൽ നിന്ന് ഫീഡെല്ലാം ചെയ്തിട്ട് നമ്മളത് മിസ്റ്റർ DIYയിലോട്ടാണ് കയറുന്നത്. അപ്പോൾ ആ ടൈമിൽ എമി ഈ കുടയിലാണ് ഇരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ കുടയിൽ ഇരിക്കുമ്പോഴത്തേക്കും കുഞ്ഞൊട്ടും ഇല്ലാത്ത പോലെ തോന്നും. ആകെ ഒരു പൊടിക്കഷ്ണം പോലെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അകത്ത് കയറി നോക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ഒരുപാട് സോഫ്റ്റ് ടോയ്സും അല്ലാത്ത ടോയ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എന്ത് മേടിക്കണം എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നോക്കുവാണ് നമ്മളിങ്ങനെ. ഇപ്പം തന്നെ ആളിൻ്റെ കയ്യിലോട്ട് വരും കേട്ടോ. ഇപ്പം തന്നെ ചിനുങ്ങിയിട്ട് ഇങ്ങ് പോരും. അപ്പം ഇനി നോക്കട്ടെ കേട്ടോ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അത് കാണിച്ചു തരാം നമ്മളെന്താ എടുത്തേക്കണേന്ന്. നമ്മൾ ഇത്രയും സാധനം എടുത്തു കേട്ടോ. ചെറുങ്ങനെ അലമ്പാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് സ്കൂട്ടാകണം, അതുകൊണ്ട് നടക്കത്തില്ല. എന്തോടി നിനക്കൊരെണ്ണം നോക്കാം, എനിക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ശരി അലമ്പായിട്ടുണ്ട്. ഇപ്പം അങ്ങനെ നിൽക്കുവാണ് പേയ്മെൻറ്റ്. ചെറിയൊരു തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ഇതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇർഷാദിക്കയുടെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇർഷാദിക്ക നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ആ ഒരു ബന്ധമല്ല നമ്മുടെ സ്വന്തം ഇരിക്കാക്ക, അതേപോലെ തന്നെ അവരുടെ ഫാമിലി. അതെ, നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യണം. അവർ വേറൊരാൾക്കാർ അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർ നമ്മൾ ചെന്ന് അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ല വർത്താനവും കളിയും ചിരിയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നേ. ഇതേ നമ്മുടെ സഫായിത്തയുടെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ. പിന്നെ വന്നവയ്ക്ക് എന്തായാലും അവിടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കയറോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ടൈം ഉള്ളെങ്കിൽ കയറാന്നുള്ള രീതിയായിരുന്നു കേട്ടോ. ആലപ്പുഴയിലെ ഏറ്റവും നല്ലപോലെ PUBG കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ആ പറയണ നസീബ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വന്ന് ഇരുന്നിട്ട് പറഞ്ഞു തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയണം എന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ നമ്മളിങ്ങനെ ആൽബമൊക്കെ കണ്ടിരിക്കുന്നിരുന്നിട്ട് അവരുടെ വെഡ്ഡിങ് ആൽബം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്താണ്. ഇർഷായ്ക്കായി സഫായിത്താണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇർഷായ്ക്കാടെ വീട്ടിൽ കയറി നമ്മൾ ഇല്ലേ. പോകുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ കയറി. ആദ്യം ഇർഷായ്ക്കാനെ വിളിച്ചപ്പോൾ എടുത്തില്ല. പിന്നെ അപ്പം നമ്മളോർത്ത് ഇല്ലായിരിക്കും ഇർഷായ്ക്കാൻ. പിന്നെ മെല്ലെ നേരെ പോവാന്ന് വീട്ടിൽ കയറിയ ക്ലിപ്പിങ്സ് ഞാൻ മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. സമയം പോകണ അറിയത്തില്ല നമുക്ക്. ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് ഇവരുടെ വീട്ടിൽ പോയത്. കുഞ്ഞിന് തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ആൺകുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെ അവിടുത്തെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. നല്ലോണം താമസിച്ച്. ഇനി ബർത്ത്ഡേ പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. 6
വർത്താനം പറഞ്ഞ് ബഹളമൊക്കെ വെച്ചപ്പോഴത്തേക്കും കൊച്ചു മേടിച്ചു. അങ്ങനെയാണ്. മണ്ണഞ്ചേരി എത്തി ഗൈസ്. കുറേ നാൾക്ക് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വരണ. കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. ഇവിടെ ഭയങ്കര ബ്ലോക്ക്. എന്താന്ന് പറഞ്ഞൂടാ, ഭയങ്കര ബ്ലോക്ക്. ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ടുള്ളൂ കേട്ടോ നമുക്ക് പരിപാടി സ്ഥലത്തോട്ട് എത്താനായിട്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും പരിപാടി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടോ. വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ ഇരിക്കുന്ന ആളാണ് കേട്ടോ ബർത്ത്ഡേ ബോയ്. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്കും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയല്ലോ. അവർ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെത്താൻ ഇച്ചിരി ലേറ്റായി അവിടേക്ക് കയറിയിട്ട് വന്നതുകൊണ്ട്. അപ്പോൾ ഇത് ഇക്കോ അവരുടെ ഗ്യാങ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. കുറേ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് കയറിയപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ചെക്കൻ വന്നിട്ട് ബർത്ത്ഡേ ബോയ് ഇതാണേ. അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഇച്ചിരി ഇതായി തുടങ്ങിയിട്ടോ, ചൂടൊക്കെ ആയിട്ട്. അപ്പോൾ ദേമി എൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക് വന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. അവിടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷനും കഴിഞ്ഞു. പിന്നെ ഇർഷായിക്കാൻ്റെ വീട്ടിലും പോയത്. ഇർഷായിക്കാൻ്റെ വീട്ടിൽ പോയപ്പോൾ ചെറിയൊരു പണി കിട്ടി. സഫായി തൻ്റെ ഫോണ് കയ്യിൽ വെച്ചിട്ട് മറന്നു. തിരിച്ചു കൊണ്ട് കൊടുക്കാനുള്ളൊരു പണിയുണ്ടായിരുന്നു. അത് കൊടുത്ത് ഇന്നത്തെ പരിപാടി ഫുള്ള് ക്ലോസ് ആയിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ? ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. ഇപ്പം നമ്മുടെ എമ്മിക്കുട്ടനെ നീച്ചിട്ടുണ്ട്. കളിയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.